നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ടയുടെ ഡിയോ ആണ്. ഡിയോ 125. ഡിയോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മോഡലായ 125 മോഡലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഇതിനുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞുതരാം, വെല്ല വിഭവം പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാം. എന്റെ പോലെ അടിമുടി മാറ്റവുമായിട്ട് ഒരു കാലത്ത് ജനനമെടുത്തൊരു വാഹനമായിരുന്നു ഹോണ്ട ഡിയോ. കാരണം ആക്റ്റീവ പോലുള്ള വാഹനങ്ങൾ വന്നിട്ട് ഒരു മസിൽ ലുക്കിലേക്ക് വന്നൊരു വാഹനമായിരുന്നു ഹോണ്ട ഡിയോ. അത് കുട്ടികളെ, ആൺകുട്ടികളെ ആണെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും നന്നായിട്ട് ആകർഷിച്ച ഒരു വാഹനം തന്നെയായിരുന്നു ആദ്യകാലത്തിൽ ഇറങ്ങിയ ഡിയോ. ഇന്നും അതിന് നല്ല സെയിലായിരുന്നു. എത്രത്തോളം അതിന് സെയിൽ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ. കാരണം നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഡിയോ കാണാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനേ ഒക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് മികച്ചൊരു വാഹനം തന്നെയായിരുന്നു ഡിയോ. അത് പെർഫോമൻസ് വൈസ് ആണ്. നമ്മുടെ ചെറിയ വണ്ടിയുടെ ബജറ്റിൽ പറയുമ്പോൾ നല്ലൊരു വാഹനമായിരുന്നു. അപ്പൊ അതിന് അവര് കുറച്ചുകൂടെ വലുതാക്കി, എഞ്ചിനെയും വലുതാക്കി ഏറ്റവും പരിഷ്കരിച്ച രൂപമായിട്ട് ഇറക്കിയ ഒരു വാഹനമായിരുന്നു ഇത് ഡിയോ 125. മികച്ചൊരു വാഹനം തന്നെയാണ്. ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഒരു ആകർഷണം തോന്നുന്ന ഒരു മികച്ച വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ വണ്ടി 2 മോഡലാണ് ഇറങ്ങുന്നത്, സ്മാർട്ടും സ്റ്റാൻഡേർഡും. 2 മോഡൽ ഈ വാഹനം ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡാണ്. സ്മാർട്ട് വണ്ടി നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഇത് സ്റ്റാൻഡേർഡാണ്. 2 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റാൻഡേർഡും സ്മാർട്ടും തമ്മിൽ. റിമോട്ട് കീ ഉണ്ട്, അതിന് ഡിസ്ക് ബ്രേക്ക്. ഈ 2 വ്യത്യാസങ്ങളേ ഉള്ളൂ സ്മാർട്ടും സ്റ്റാൻഡേർഡും തമ്മിൽ. ബാക്കി എല്ലാം കോമൺ തന്നെയാണ്. വീൽ സൈസ് ആയിക്കോട്ടെ, അലോയ് ആയിക്കോട്ടെ, എല്ലാം കോമൺ തന്നെയാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനൊന്ന് പരിചയപ്പെട്ടു വരാം. ഈ വാഹനം പരിചയപ്പെടുമ്പോൾ പുതിയ ഡിസൈനാണ് വന്നിട്ടുണ്ട്. 2 DRL വന്നിട്ടുണ്ട് ഇവിടെ. ഇതൊരു DRL ആയിട്ടാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഡിസൈൻ ആണെങ്കിലും നല്ല രസമുണ്ട്. ഇപ്പൊ കളർ നല്ല കളറിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഹെഡ്ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഈ സൈഡിലുണ്ട്, നല്ല നീളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു 2 ലൈറ്റായിട്ട് വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ്. അത് മികച്ചതാണ്. പിന്നെ പറയുമ്പോൾ ബോഡിയൊക്കെ ഫൈബറാണ്. അതിൻ്റെത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല. അത് അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. മൾഗാറുണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. കോംബി ബ്രേക്കാണ് വരുന്നത്. കോമൺ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കോംബി ബ്രേക്കാണ്. കോംബി ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രേക്കിൽ അപ്ലൈ ചെയ്താലും 2 വീലിലും ഒരേപോലെ പിടുത്തം വരുന്നതാണ് കോംബി ബ്രേക്ക്. അറിയാൻ മേത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് വലിയ കാര്യമാണെന്ന് വിചാരിക്കല്ലേ. അറിയാൻ മേത്തവർക്ക് അതായത് നമ്മൾ ഏത് ബ്രേക്ക് അപ്ലൈ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ആയാലും ഈ വീലിനും ആ വീലിന് പിടുത്തം വരും. ഈ 2 ബ്രേക്കിലും ഒരേപോലെ. അപ്പോൾ ഈ ആക്സിഡന്റുകൾ കുറയും. കാരണം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി മുമ്പോട്ട് കുത്തുക എന്നുള്ള ഒരു പഴയകാല സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനൊരു പരിധി വരുത്തി എന്നുള്ളതാണ് ഈ കോംബി ബ്രേക്ക് കൊണ്ടുള്ള ഗുണം. നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് മോഡലായിട്ട് വരുന്ന ആ സ്മാർട്ടിനാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഫ്രണ്ടിൽ. ഇതിന് ഡിസ്ക് ബ്രേക്ക് ഇല്ല. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഈ 2 മോഡലേ ഉള്ളൂ. ഡിസ്ക് ബ്രേക്കും സ്മാർട്ട് കീ, റിമോട്ട് കീ ഉണ്ട് മറ്റേതിന്. ഇതേ ഉള്ളൂ വ്യത്യാസമായിട്ട് വന്നേക്കുന്നത്. ഇത് നമ്മളെ കിട്ടിയേക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ടയർ വരുന്നത് 12 ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത്. ബാക്ക് 10 ഇഞ്ചുമാണ് ടയർ വരുന്നത്. അപ്പോൾ ഈ ടയറിന്റെ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ എക്സ്ട്രാ പീസ് വെച്ചിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ പീസ് ഫൈബറൊക്കെയാ എങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഇത് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബാറ്ററിയുടെ പോർഷനുണ്ട്. ഇവിടെ ഒരു ഗ്ലൗ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗ്ലൗ ഒന്ന് കാണിച്ചാട്ടെ. ഇത് നല്ല സ്പേസിലാണ്. കാരണം നല്ലൊരു ബോട്ടിലും മൊബൈല് സാധനങ്ങൾ എന്ത് വേണേലും വെക്കാം. എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, എൻ്റെ ഇൻബിൽറ്റ് ആണ്. പിന്നെ കാരേജ് തൂക്കുന്നതിനുള്ള ഹോൾഡർ കിടപ്പുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ ഇട്ട് വരുമെന്നുള്ള ആ കാര്യങ്ങൾ ഞാൻ പറയാം. കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ പറഞ്ഞ ഫ്യൂവലിന്റെ കൺസപ്ഷൻ കാണിക്കും, മൈലേജ് കാണിക്കും, ട്രിപ്പ് മീറ്റർ കാണിക്കും, റേഞ്ച് കാണിക്കും. എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു മീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു മീറ്ററാണ്. അപ്പൊ സ്മാർട്ട് മീറ്റർ തന്നെ പറയാം. പക്ഷെ വളരെ ചെറുപ്പമുള്ളതാണ്. ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വേറെ കാരണം ഐഡിയൽ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഐഡിയൽ സ്റ്റോപ്പ് ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ വാഹനം ഫ്യൂവൽ കൺസപ്ഷന് ഏറ്റവും നല്ലതാണ് ഐഡിയൽ സ്റ്റോപ്പ് വരുന്നത്. പിന്നെ ഈ കീയിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്യൂവൽ ടാങ്കിന്റെ ഓപ്പണിങ്ങും സീറ്റ് ഓപ്പണിങ്ങിനും കീ തന്നെ സ്വിച്ച് ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് അതിന്റെ ബട്ടണും കാര്യങ്ങളും ഉണ്ട്. അത് ഇവിടെ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന്റെ വീതി പഴയ പോലെയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഡിയോയുടെ ഒരു സൈസ് അല്ല വരുന്നേക്കുന്നത്. സേലം കൂടെ വീതി കൂടുതലാണ്. അപ്പൊ അതിൽ ഇരുന്നുള്ളത് ഞാൻ വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരാം. നല്ല വീതിയുള്ള, ഈ പറഞ്ഞ പോലെ ക്ഷീണം തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു സീറ്റാണ്. അതൊരു മികച്ച കാര്യങ്ങളാണ്. 2 കൊമ്പ് പോലത്തുള്ളതാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ കൊമ്പ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഈ സൈഡ് ബോഡി ഫിനിഷിംഗ് നിങ്ങൾ കണ്ടായിരിക്കില്ല. ഈ ബോഡി ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ കവറിൽ ഈ മൾട്ടി കളറും ഗ്രാഫിക്സും ഉള്ളതുകൊണ്ട് നല്ല ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭംഗി എടുത്തു പറയേണ്ടതൊക്കെ തന്നെയാണ്. ഈ ഡിസൈനും ഇതിന്റെ ഗ്രാഫിക്സ്, ഈ കളറും മെറ്റാലിക്കലായിട്ടുള്ള ഈ കളറ് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് സ്റ്റാൻഡിലെ എഞ്ചിൻ കട്ട് സൈഡ് സ്റ്റാൻഡാണ് ഇതിന് വരുന്നത്. അപ്പം സൈഡ് സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓഫ് ആയി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സൈഡ് സ്റ്റാൻഡാണ് ഇതിന് വരുന്നത്. ബാക്കിൽ ഷോക്കോട് കൂടിയ ഒരു സസ്പെൻഷൻ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ബാക്കിലോട്ട് വരുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. മക്കളെ, ഈ
ഇതിന്റെ എഞ്ചിൻ വരുന്നത് നമ്മുടെ ആക്ടിവ 125 യൂസ് ചെയ്തിരുന്ന ആക്ടിവ 125 ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ എഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലന്റ് സ്റ്റാർട്ട് ആണ് ഈ എഞ്ചിന്. പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഈ പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് BS6 വന്നതിന് ശേഷം അവരെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂവലും എയറിന്റെ അളവ് കറക്റ്റായിട്ട് വന്ന് കംപ്രഷൻ ചെയ്തിട്ട് ഒരേ രീതിയിൽ അളവ് പ്രദാനം ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഈ പറഞ്ഞ മൈലേജ് പവറും എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരേ നല്ല പവറും നല്ല മൈലേജും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ എഞ്ചിൻ. അപ്പോൾ ആ ഒരു മൈലേജിന്റെ കാര്യത്തിൽ അതിൻ്റെതായിട്ട് ബെനിഫിറ്റ് ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് കാണിക്കാം. സൈലന്റ് ആണ്. നേരത്തെ പോലെ ഒരു വിറയലോ കാര്യങ്ങളോ ഒന്നുമില്ല. സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ആ ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഈ വാഹനത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. നല്ല സൗണ്ടാണ്. ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റാർട്ടാണ്. കാരണം സൗണ്ട്ലെസ് ആണ്. സ്റ്റാർട്ടാ. അപ്പോൾ പഴയ പോലെ ആ ഒരു കറകറ എന്നുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഫ്യൂവൽ ടാങ്കിന്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഇഗ്നിഷൻ കീ ഓൺ ആക്കിയിട്ട് ഓഫിന്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഈ ഫ്യൂവലിന്റെ ഇവിടെ സ്വിച്ച് ഉണ്ട്. പിന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ടാങ്ക് ഓപ്പൺ ചെയ്യും. ഫ്യൂവൽ ടാങ്ക് ബാക്കി വന്നിട്ടുണ്ട്. സീറ്റിന്റെ അടിയിൽ നിന്നും പുറകെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും അവരിത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5.3 ലിറ്ററിന്റെ ഒരു ഫ്യൂവൽ ടാങ്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് കണ്ടു. പിന്നെ ഇതിന്റെ ഇവിടെ തന്നെയാണ് ഓപ്ഷൻ. സീറ്റിന് ഈ സ്വിച്ച് താഴോട്ടാക്കിയാൽ സീറ്റ് ഓപ്പൺ ആക്കാം. സീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഒരു ഹെൽമെറ്റും കുറച്ച് കാര്യങ്ങളോട് ഇരിക്കുന്ന ഒരു സ്റ്റോറേജ് ഉള്ള മോശമില്ലാത്ത സ്റ്റോറേജ് ഉള്ള ഒരു ഇതാണ് കാണുന്നത് സീറ്റ്. അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ ടൂൾസോ കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. വീലടിക്കാനുള്ള കാര്യങ്ങളും ആ കാര്യത്തിലും ഇത് കൊള്ളാം. ഇത് തന്നെയാണ്. സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ടതില് ഈ ഹോണ്ടയുടെ വണ്ടി പണ്ടോട്ടെ നമ്മളൊന്നും കാണുന്നില്ല. ഈ സ്കൂട്ടർ ടൈപ്പില് ഈ സൈലൻസറിന്റെ കാര്യത്തിൽ അവർ ശകലം പുറമോട്ടായിരുന്നു. ഒരു മോഡലുള്ള ഒരു സൈലൻസർ അവർ ഉണ്ടാക്കത്തില്ലായിരുന്നു. സൈലൻസർ ഡിസൈൻ ബാക്കി എല്ലാം കൊള്ളാമെങ്കിലും സൈലൻസർ പഴയ രീതിയിൽ തന്നെ ആയിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്തിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഡിസൈനുള്ള ഒരു സൈലൻസർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 2 ഉറയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. 2 ഉറയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു പെർഫെക്ഷൻ സൗണ്ടാണ് ഇതിന് പുറത്ത് വരുന്നത്. അപ്പോൾ രണ്ട് ഹോളുള്ള 2 ഓസും ഉണ്ട്, 2 ഉറയുള്ള 2 ഫിൽറ്ററും ഉള്ള വണ്ടിയാണ്. ഈ സൈഡിലൊക്കെ ഈ കവറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൂടൊന്നും അടിക്കാതിരിക്കാൻ. ആ രീതിയിലും ഇത് മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ ഉള്ളതിനെക്കാട്ടിലൊക്കെ ഒരുപാട് പുതുമ ഇതിന് ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് 1830 വിഡ്ത്ത് വരുന്നത് 707. അപ്പൊ ഹൈറ്റ് 1172 mm ഉണ്ട് ഹൈറ്റ്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെ. വീൽ ബേസ് വരുന്നത് 1260. അപ്പൊ നല്ല വീൽ ബേസ് തന്നെയാണ് 1260 എന്ന് പറയുമ്പോൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 1171 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിതിന്റെ ഫ്യൂൽ കപ്പാസിറ്റി ഓൾറെഡി പറഞ്ഞു. 4 സ്ട്രോക്ക് ആണ്. SI എഞ്ചിനാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ ടോർക്ക് മാക്സിമം ടോർക്ക് വരുന്നത് ഈ 10.4 Nm 5000 RPM ആണ് ഇതിന്റെ ടോർക്ക് വരുന്നത്. ബാക്കി ഫ്യൂവലിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു തോന്നുന്നു. കാരണം ഈ പറഞ്ഞ സൈസും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ വീലിന്റെ സൈസ് ഞാൻ പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ ടെലിസ്കോപ്പിക് അതും പറഞ്ഞു. എല്ലാം കൊണ്ടും ഒരു മികച്ച വാഹനം തന്നെയാണ് ഇത്. നമ്മുടെ ഞാൻ ഈ വാഹനത്തിൽ ഇരുന്ന് കാണിച്ചില്ലായിരുന്നു. ഞാൻ ഇരുന്ന് കാണിക്കാം. റൈഡ് ചെയ്യുന്നത് കണ്ടായിരുന്നെങ്കിലും റൈഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ നല്ല ഇരിപ്പാണ്. കാരണം വാഹനത്തിന്റെ പഴയതിനെയൊക്കെ അപേക്ഷിച്ച് നല്ല സ്പേസ് ഉണ്ട്. അപ്പം കംഫർട്ടായിട്ടാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന വിചാരിക്കുന്നു. വേറെ നോക്കണ്ട, ഞാൻ ഇരിക്കുന്നത് മാത്രം നോക്കുക. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കയറാൻ പറ്റും, കുഴപ്പമില്ല. സ്മാർട്ടാണ്, ഒരു പ്രശ്നമില്ല. ബാക്ക് സൈഡിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ വാഹനത്തിന് ഈ പറഞ്ഞ മൈലേജ് ഒരു കമ്പനി പറയുന്നത് 60 ഈ വാഹനത്തിന് മൈലേജ് പറയുന്നത്. അപ്പൊ എങ്ങനെ പോയാലും 50 above കിട്ടും. 50 above സ്കൂട്ടറിന് മൈലേജ് ബെറ്റർ മൈലേജ് തന്നെയാണ്. കാരണം 60 കമ്പനി പറയുന്നുണ്ടെങ്കിൽ 50-55 കിട്ടുമെന്ന് ഉറപ്പായിട്ട് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് വണ്ടി ഇറങ്ങിയതേ ഉള്ളൂ. അത് റൺ ചെയ്തതിനു ശേഷം നമുക്ക് അതിനെപ്പറ്റി തീരുമാനിക്കാം. കാരണം കമ്പനി ആവശ്യപ്പെടുമ്പോൾ എന്തായാലും അത് കിട്ടുമായിരിക്കും. കാരണം ഹോണ്ടയുടെ എഞ്ചിനാണ്, പെർഫെക്റ്റ് എഞ്ചിനാണ്. അപ്പോൾ അത് എന്തായാലും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം പറഞ്ഞു. പിന്നെ ഇതിന്റെ വിലഭാഗം വരുന്നത് ടോപ്പ് മോഡലായാലും സ്മാർട്ടിന് വരുന്നത് 1,16,000 ഓൺ റോഡ് പ്രൈസ് ആണ്. 1,16,000 സ്മാർട്ടിന് വില വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഈ സ്റ്റാൻഡേർഡിൽ വരുന്നത് 1,07,000. ഇതാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തുള്ള ഒരു ബെറ്റർ പ്രൈസ് റേഞ്ച് തന്നെയാണ് ഇപ്പൊ ഈ വണ്ടി 125 വണ്ടിക്ക് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓരോ വണ്ടിയുടെയും പ്രൈസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഹോണ്ടയെ പോലൊരു കമ്പനിയുടെ ഒരു മികച്ച വാഹനത്തിന് ഈ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു കാരണമായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് ഇറങ്ങിയ വാഹനം നിലയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെത്തി പറയാനുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം തന്നെയായിരുന്നു ഇത് ഹോണ്ട ഡിയോ.
അത് നല്ല പവർ തന്നെയാണ്, നല്ല പവറാണ്. കോമ്പറി ബ്രേക്ക് നല്ലതാണ് എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക് ബ്രേക്ക് ഉള്ള വാഹനം വാങ്ങിക്കണം. ഇന്നത്തെ നമ്മുടെ റോഡിലേക്ക് റാഷ് വെച്ചിട്ട് ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും നല്ലത്. എന്റെ ഹോണ്ട ഡിയോ 125ന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ വിവരങ്ങളും ഞാൻ ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് നമ്മുടെ ഒരാളുടെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. ഹോണ്ടയുടെ എക്സിക്യൂട്ടീവ് നമ്പറാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഈ വാഹനം വേണമെന്നും പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റാണ് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്ത് തന്നിരിക്കുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി.